തിരുവനന്തപുരം പൗർണമിക്കാവ് ദേവീക്ഷേത്രം ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച 27 അടി ഉയരമുള്ള ഹനുമാൻ വിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി ക്ഷേത്രത്തിലെത്തിച്ചു. കന്യാകുമാരി ജില്ലയിലെ മയിലാടിയിൽ നിന്നും ഭക്തരുടെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് വിഗ്രഹം ക്ഷേത്രത്തിലെത്തിച്ചത്. കന്യാകുമാരി ജില്ലയിലെ മയിലാടിയിൽ ഒറ്റക്കൽ കൃഷ്ണശിലയിൽ തീർത്ത ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം തിരുവനന്തപുരം പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായി വൻ സ്വീകരണത്തോടെയാണ് എത്തിച്ചത്. മയിലാടിയിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ശില്പി മദനകുമാറിന്റെ നേതൃത്വത്തിൽ വിഗ്രഹവുമായി പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. നാഗർകോവിൽ, ബാലരാമപുരം, കരമന തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഭക്തജനങ്ങൾ വലിയ സ്വീകരണം നൽകിയാണ് വിഗ്രഹം പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചത്. ക്ഷേത്ര മഠാധിപതി സിംഹഗായത്രി അമ്മയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ഹനുമാൻ വിഗ്രഹം പീഠത്തിൽ ഉറപ്പിച്ചത്. വിഗ്രഹങ്ങളുടെ വൈവിധ്യമുള്ള പ്രതിഷ്ഠകൾ കൊണ്ട് ശ്രദ്ധേയമാണ് പൗർണമിക്കാവ് ക്ഷേത്രം. 12 രാശികളെയും 12 സൂര്യന്മാരെയും സങ്കല്പിച്ച് 27 നക്ഷത്രങ്ങളുടെ പ്രതീകമായി 27 അടി ഉയരമുള്ള വിഗ്രഹമാണ് നിർമ്മിച്ചത്. വിഗ്രഹപ്രതിഷ്ഠയുടെ കാര്യത്തിൽ പൗർണമിക്കാവ് ക്ഷേത്രം എന്നും സവിശേഷതകൾ നിറഞ്ഞിട്ടുള്ള പ്രതിഷ്ഠകളാണ് നടത്തിയിട്ടുള്ളത്. വിധിപ്രകാരത്തിലും ആചാരത്തിൻ്റെതായ രീതിയിലുള്ള വിഗ്രഹങ്ങൾ ആണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. എല്ലാം ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ് നേടിയ പ്രതിഷ്ഠകളാണ്. ഇപ്പോൾ തന്നെ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹ പ്രതിഷ്ഠ 34 അടി പൊക്കമുള്ള വിഗ്രഹത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ പൊക്കം വന്നിട്ട് 64 അടി പൊക്കത്തിലാണ് ശ്രീകോവിലിൻ്റെ പൊക്കം വരുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേക പ്രതിഷ്ഠ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഹനുമാൻ സ്വാമിയുടെ 5 സഹോദരങ്ങളായ ഗതിമാൻ, ശ്രുതിമാൻ, മതിമാൻ, ഖേതുമാൻ, ധൃതിമാൻ ഇങ്ങനെ 5 സഹോദരങ്ങളോട് ചേർന്നുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴ് ഇരിക്കുന്നത് തന്നെ ബാലാലയ പ്രതിഷ്ഠയിലാണ് ഉള്ളത്. ഇതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ പ്രതിഷ്ഠയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് തന്നെ ലോകത്തറിയപ്പെടുന്ന മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ മയിലാടിയിൽ നിന്ന് തിരിച്ച് ശുചീന്ദ്രം ദേവി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ആരതി ഏറ്റുവാങ്ങി അത് കഴിഞ്ഞ് നേരെ പാളയം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് ദേവസ്വം മിനിസ്റ്റർ കെ മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തി അവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിലെ മഠാധിപതി ദീപാരാധന നടത്തി യഥാസമയം പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹമാണ് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം. 64 കലകളെ പ്രതിനിധീകരിച്ച് 64 അടി പൊക്കമുള്ള ശ്രീകോവിലിൽ 27 അടി ഉയരത്തിലുള്ള ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ടാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ക്ഷേത്ര ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളോടെ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.